നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒമാനിൽ എണ്ണക്കപ്പൽ മറിഞ്ഞ ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ കാണാതായ സംഭവത്തിൽ രക്ഷാദൌത്യവുമായി ഇന്ത്യൻ നാവികസേന. കാണാതായവരിൽ 8 ഇന്ത്യക്കാരെയും ഒരു ശ്രീലങ്കൻ പൌരനെയും ഉൾപ്പെടെ 9 പേരെ രക്ഷപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം 10 പേരെയാണ് കണ്ടെത്തിയത് എന്നും ഇതിൽ ഒരാളെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് എന്നും ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെൻട്രൽ എക്സിൽ അറിയിച്ചു. ജീവനക്കാരെ കണ്ടെത്തിയ വിവരം ഒമാനിലെ ഇന്ത്യൻ എംബസിയും സ്ഥിരീകരിച്ചു. നാവികസേനയുടെ INS തേജ് നടത്തിയ തെരച്ചിലിലാണ് ഇവരെ രക്ഷിച്ചത് എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇക്കഴിഞ്ഞ 15-നാണ് ഒമാൻ തീരത്ത് 13 ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെ 16 പേരടങ്ങുന്ന ജീവനക്കാരെ കാണാതായത്. കാണാതായ ബാക്കിയുള്ളവർക്കായി ഇന്ത്യൻ നാവികസേനയും ഒമാൻ സമുദ്ര സുരക്ഷാ ഏജൻസിയും തെരച്ചിൽ തുടരുകയാണ് എന്നും പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. പ്രസ്റ്റീജ് ഫാൽക്കൺ എന്ന കപ്പലാണ് മറിഞ്ഞത്. പ്രധാന വ്യവസായ തുറമുഖമായ ദുഖമിലാണ് അപകടം നടന്നത്. ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്ററിന്റെ കീഴിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഇന്ത്യൻ നാവികസേനയും പങ്കുചേരുകയായിരുന്നു. വ്യോമ നിരീക്ഷണത്തിന് P-81 വിമാനവും തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. യമൻ തുറമുഖമായ ഏദനിലേക്ക് പോകുകയായിരുന്ന കപ്പലാണ് മറിഞ്ഞത്. 2007 നിർമ്മിച്ച കപ്പലിന് 117 മീറ്റർ നീളമുണ്ട്. ഒമാന്റെ തെക്കു പടിഞ്ഞാറൻ തീരത്താണ് ദുഃഖം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. മറിഞ്ഞ ഓയിൽ ടാങ്കറിൽ നിന്ന് വാതക ചോർച്ചയില്ലെന്നാണ് പ്രാഥമികമായി വിലയിരുത്തിയത് എന്ന് ഒമാൻ പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു. കപ്പൽ ജീവനക്കാർ സുരക്ഷ ഉറപ്പാക്കാനും പാരിസ്ഥിതിക ആഘാതം ലഘൂകരിക്കുവാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നും അധികൃതർ അറിയിച്ചു. എന്തായാലും കപ്പൽ മറിയുകയും അതിന് പിന്നാലെ ഉണ്ടായ സംഭവ വികാസങ്ങളും വലിയ ചർച്ചയാവുകയാണ്. ഇന്ത്യൻ നാവികസേന അവിടേക്ക് എത്തി പല രക്ഷാപ്രവർത്തനം അതിശക്തമായും ദുഷ്കരവുമായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാണാതായവരിൽ 8 ഇന്ത്യക്കാരെയും ഒരു ശ്രീലങ്കൻ പൌരനെയും ഉൾപ്പെടെ 9 പേരെ രക്ഷപ്പെടുത്തിയതായാണ് നിലവിൽ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. പക്ഷേ 10 പേരെയാണ് കണ്ടെത്തിയത്. അതിൽ ഒരാൾ മരിച്ച നിലയിലാണ്. ഇദ്ദേഹം ഇന്ത്യക്കാരനാണോ ശ്രീലങ്കക്കാരനാണോ അടക്കമുള്ള ഒരു വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. ഒരാൾ മരിച്ചു എന്ന് മാത്രമാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. മറ്റുള്ളവരെ ഉടനെ തന്നെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യൻ നേവിയും ഒമാനും.